നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ പദവി, ഭാഗ്യവാന്മാർ എന്ന് നാം പറയുന്നത് ഒരുപക്ഷെ ഈ ലോകത്തിൽ ചില നന്മകളും അനുഗ്രഹങ്ങളും ചില ഉയർച്ചകളുമൊക്കെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഭാഗ്യവാന്മാരെന്ന് ചിലരെ അഭിസംബോധന ചെയ്യുന്നത്. വലിയ മനോഹരമായ വീടുകൾ വെക്കുന്നവർ, നല്ല മനോഹരമായ വില കൂടിയ കാറുകൾ മേടിക്കുന്നവർ, അത് ഉന്നതമായ ജോലികൾ, ഉന്നതമായ ശമ്പളം, ഉന്നതമായ വിദേശ യാത്രകൾ, വിവിധമാകുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ അത് സത്യം തന്നെയായിരിക്കാം. ഈ ലോകത്തിൽ ഭൗതികമായ നിലയിൽ നോക്കുമ്പോൾ അവർ ഭാഗ്യവാന്മാരായിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നാം ഈ പറയുന്ന വ്യക്തിത്വങ്ങളായിരിക്കുകയില്ല. ഒരു പക്ഷേ ദൈവം പറയുന്ന ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. കോരഹൂതന്മാരോട് നമ്മൾ ചോദിച്ചാൽ കോരഹൂതന്മാർ 84-ാം സങ്കീർത്തനത്തിൽ ചില ഭാഗ്യവാന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 84-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ കോരഹൂതന്മാർ 3 വിധ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, ആലയത്തിൽ വസിക്കുന്നവർ. 2, ബലം നമ്മിൽ ഉള്ളവർ. ബലം ആരിലുണ്ടോ? ഏതു ബലം? മാനുഷിക ബലമല്ല, ദൈവിക ബലം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവിക ശക്തി ആരിലുണ്ടോ അവർ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. 3-ാമതായി നാം 12-ാം വാക്യത്തിൽ കണ്ടത്, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ഭാഗ്യവാന്മാരിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ദൈവം ഉദ്ദേശിക്കുന്ന ഭാഗ്യവാന്മാരെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ആമേൻ. 3 വിധ ഭാഗ്യവാന്മാർ. 1, ആലയത്തിൽ വസിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുക, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് അവരാണ് ഭാഗ്യവാന്മാർ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമതായി പറഞ്ഞു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആരിലാണ് ദൈവിക ബലമുള്ളത്? ആരിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവശക്തി ഉള്ളത്? അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് വേണ്ടി ചില വഴികളുണ്ട്. എവിടേക്ക്? സിയോനിലേക്ക്, സ്വർഗീയ സിയോനിലേക്ക്, ദൈവത്തെങ്കിലേക്കുള്ള വഴികൾ അവർക്ക് വിശാലമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. 3-ാമത് നാം കണ്ടത്, ആമേൻ, നിന്നിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന, നമ്മൾ പലതിലും ആശ്രയിക്കുന്നവരാണ്. പണത്തിൽ ആശ്രയിക്കുന്നവർ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, ആമേൻ, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നവർ, പാരമ്പര്യത്തിൽ ആശ്രയിക്കുന്നവർ, പല മഹിമകളിൽ, കുടുംബ മഹിമകളിൽ, ശ്രേഷ്ഠതകളിൽ ആശ്രയിക്കുന്നവർ. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവരൊന്നുമല്ല ആ കാര്യത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. ഈ പ്രഭാതം നമുക്ക് തന്നപ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയും ജീവിക്കണം,
ആവശ്യമായ സൗകര്യങ്ങൾ വേണം, അതൊക്കെ നല്ലതാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും അതിലായിത്തീരരുത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവാശ്രയമുള്ളവരെ ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.